സുഹൃത്തുക്കളെ, നമ്മുടെ നേപ്പാൾ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഗൗതമ ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനിയിലേക്കാണ്. വിശദമായ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന പോലെ കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോധൻ്റെയും മായാദേവിയുടെയും മകനായി ജനിച്ച സിദ്ധാർത്ഥൻ പിറന്നു വീണ ഗർഭഗൃഹം ആണ് ഇവിടെ നിങ്ങൾ ഈ മുന്നിൽ വെളുത്ത കെട്ടിടമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്ന വെളുത്ത കെട്ടിടം അതൊരു ക്ഷേത്രമാണെന്ന്, ആ ക്ഷേത്രത്തിന് മായാദേവി ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിനകത്താണ് സിദ്ധാർത്ഥൻ ജനിച്ചു വീണ സ്ഥലം എന്നാണ് പറയുന്നത്. ആ ജന്മസ്ഥലം ഉൾപ്പെടുന്ന രീതിയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ആരാധിക്കുന്നതിന് വേണ്ടി പോകാം, പക്ഷേ നമുക്ക് ക്യാമറയും മറ്റും കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് തന്നെ അകത്തെ ദൃശ്യങ്ങൾ പകർത്തുക സാധ്യമല്ല. ധാരാളം ഭക്തർ ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിദ്ധാർത്ഥ രാജകുമാരൻ ജനിച്ചു വീണ സ്ഥലം കാണുന്നതിന് വേണ്ടിയിട്ട് വരികയും അവിടെ ധാരാളം കാശും അതുപോലെ തന്നെ പൂക്കളും അർപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിപ്പോൾ കാണാം, ഒരു വലിയൊരു തടാകം, ഒരു കുളം കാണാം. ഈ കുളത്തിന് പുഷ്കരണി എന്നാണ് പേര് പറയുന്നത്. ഈ പുഷ്കരണിയുടെ പ്രത്യേകത, ഈ കുളത്തിന്റെ പ്രത്യേകത, സിദ്ധാർത്ഥ രാജകുമാരൻ ജനിച്ചു വീണ ഉടനെ കുഞ്ഞു സിദ്ധാർത്ഥനെ കുളിപ്പിച്ച കുളമാണ് ഇത് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടും കുളത്തിന് സമീപത്തുമായിട്ടും ഒരുപാട് കാഴ്ചകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആണ് നിരവധി പഴയ ഏറ്റവും പുരാതനമായ ബുദ്ധ സന്യാസി ആശ്രമങ്ങൾ ഉണ്ടായിരുന്നതിന്റെ സൂചന നൽകുന്ന കുറെ കെട്ടിടാവശിഷ്ടങ്ങൾ. ഈ മായാദേവി ക്ഷേത്രത്തിന്റെ മുന്നിൽ സമീപത്ത് തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പുരാതനമായൊരു കൽത്തൂണുണ്ട്. ഈ കൽത്തൂണിൽ ബ്രാഹ്മി ലിപിയിൽ എഴുതിയിരിക്കുന്ന രേഖകൾ സിദ്ധാർത്ഥന്റെ ജനനത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. പുരാതന കാലത്തെ ചൈനീസ് സഞ്ചാരികളായിരുന്ന ഫാഹിയാനും ഹുയാൻസാങ്ങും ഇവിടെ സന്ദർശിച്ച് ഈ കൽത്തൂണിനെ കുറിച്ച് എഴുതിയതിനു ശേഷമാണ് ഇത് ലോകം അറിയുന്നത്. പിന്നീട് അശോക ചക്രവർത്തി ഇവിടെ സന്ദർശിക്കുകയും ഇത് തന്നെയാണ് സിദ്ധാർത്ഥ രാജകുമാരൻ ജനിച്ച് വീണ സ്ഥലം, പിറന്നു വീണ മണ്ണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഇവിടെ ലുംബിനി എന്ന പേര് അദ്ദേഹം നൽകിയതാണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെയാണ് കപിലവസ്തു എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ലുംബിനിയാണ് ലോക പൈതൃക പട്ടികയിൽ പെടുത്തി യുനെസ്കോ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. ഈ മായാദേവി ക്ഷേത്രം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ ചെന്നെത്തുന്നത് വളരെ അത്ഭുതകരമായ ഒരു ലോകത്തേക്കാണ്. അവിടെ ധാരാളം ബുദ്ധക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും കൊണ്ട് ആകർഷണീയമായ ഒരു വലിയ പ്രദേശത്തേക്കാണ് നമ്മൾ കടന്നില്ല. 1 ഡസനിലേറെ വിദേശ രാജ്യങ്ങൾ ലുംബിനിയിൽ ബുദ്ധവിഹാരങ്ങളും ക്ഷേത്രങ്ങളും പണിതിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. വിശാലമായൊരു തടാകത്തിന് ചുറ്റുമാണ് ഈ ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും എല്ലാം പണിതിട്ടുള്ളത്. ലുംബിനിയിലുള്ള മായാദേവി ക്ഷേത്രം ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതെങ്കിൽ ഈ ബുദ്ധവിഹാരങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ വളരെ മനോഹാരിതയുടെ, ആർഭാടത്തിൻ്റെയും മനോഹാരിതയുടെയും പ്രതീകങ്ങളായിട്ട് നമുക്ക് തോന്നും. ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ചെലവഴിക്കുകയും അതുപോലെ തന്നെ നടന്ന് കാണുകയും കാഴ്ചകൾ കാണുകയും ചെയ്യാം. അതിമനോഹരമായൊരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഏക്കർ കണക്കായി പരന്നു കിടക്കുന്ന ഈ വലിയ തടാകത്തിൻ്റെ നടുവിലുള്ള ഒരു തുരുത്തിൽ ഒരു കൂറ്റൻ ബുദ്ധപ്രതിമയുണ്ട്. ഈ ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് നമുക്ക് തുരുത്തിലേക്ക് നടന്നു പോകാൻ നടപ്പാതയുണ്ട്. അവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ദൃശ്യാനുഭവമാണ് ഈ ബുദ്ധവിഹാര സമുച്ചയങ്ങളും അതുപോലെ തന്നെ ഈ പ്രതിമയും ഈ തടാകവും എല്ലാം ചേർന്ന് നൽകുന്നത്. സയനത്തിലാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നതെങ്കിൽ അതിമനോഹരമായ കാഴ്ചയാണത്. സയന സൂര്യൻ്റെ ആ പശ്ചാത്തലത്തിൽ, അന്തരീക്ഷത്തിൽ ഈ ബുദ്ധവിഹാരങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ, ഈ തടാകക്കരയിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള അനുഭവമാണ്. മായാദേവി ക്ഷേത്രത്തിന് പുറത്ത് ഒരുപാട് ആൽത്തറയും അതുപോലെ ബോധിവൃക്ഷങ്ങളും അതുപോലെ തന്നെ നമുക്ക് വിശ്രമിക്കാവുന്ന ധ്യാനിച്ചിരിക്കാവുന്ന ഒരുപാട് ഇടങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നടപ്പാതകൾ കൊണ്ടും അതുപോലെ പുൽത്തകിടികൾ കൊണ്ടും വളരെ മനോഹരമാക്കിയിട്ടുള്ള പരിസരമാണ് മായാദേവി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെങ്കിൽ ഇവിടെ ഈ ബുദ്ധവിഹാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഉൾത്തളങ്ങളിലാണ് അതിൻ്റെ മനോഹാരിത മുഴുവൻ തന്നെ നിഴലിച്ച് നിൽക്കുന്നത്. നമ്മളിത് കാണുമ്പോൾ ചൈനയിലോ അല്ലെങ്കിൽ ജപ്പാനിലോ അതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടതുപോലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ബുദ്ധ ക്ഷേത്രങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തോന്നുക. ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നാഴികക്കല്ലുകളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ബുദ്ധക്ഷേത്രങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് എത്ര സമയം വേണമെങ്കിലും നടന്ന് ആസ്വദിക്കാനായിട്ട് കഴിയും. വിദേശീയർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും ഈ ബുദ്ധവിഹാരങ്ങളിലും ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ലുംബിനിയിലൊക്കെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് നമുക്കതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അവിടെയുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിയും.
വളരെ വിശാലമെങ്കിലും വളരെ ശാന്തവും അതുപോലെ തന്നെ മൗനമുദ്രിതവുമായ ഒരു അന്തരീക്ഷമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുന്നൊരു കാര്യമാണ്. അവിടെ എല്ലാവരും വളരെ ശാന്തമായ രീതിയിൽ പെരുമാറുകയും നമുക്ക് മനഃശാന്തി നൽകുന്ന അന്തരീക്ഷത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ആകെ പ്രത്യേകത. നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, മനോഹരമായ ബുദ്ധക്ഷേത്രങ്ങളാണ്. അവിടെയൊക്കെ ആളുകളൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മൗനത്തിൻ്റെയും അതുപോലെ ശാന്തതയുടെയൊക്കെ വലിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തന്നെ വളരെ ശാന്തത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് എത്ര സമയം വേണമെങ്കിൽ നമുക്കിവിടെ ചെലവഴിക്കാവുന്നതാണ്. ഇവിടെയെല്ലാം പ്രവേശനം സൗജന്യമാണ്. നമുക്ക് അവിടെ എത്തി ആരാധന നടത്തുന്നവർക്ക് ആരാധന നടത്താം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരും നമ്മളെ ഒന്നിനും തടയുകയില്ല. എത്ര നേരം വേണമെങ്കിൽ നമുക്കവിടെ വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. ക്ഷേത്രത്തിനകത്തെയും പുറത്തേക്ക് ശില്പവേലകളൊക്കെ ആസ്വദിച്ചുകൊണ്ടും അതുപോലെ അവിടെയുള്ള ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തിലുള്ള പ്രധാന സംഭവങ്ങളുടെ ചിത്രീകരണങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടും കണ്ട് മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥ ശരിക്കും ലുംബിനി പോലുള്ള ഒരു സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു മതത്തിൻ്റെ സ്ഥാപകൻ, ആ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമായ ബുദ്ധമതത്തിൻ്റെ ഉൾക്കാഴ്ച, അതിൻ്റെ മൂല്യം എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ അന്തരീക്ഷമാണ് ഈ ലുംബിനിയിലും പരിസര പ്രദേശത്തും സഞ്ചരിച്ചാൽ നമുക്ക് മൊത്തത്തിൽ ലഭിക്കുക. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ നമ്മളിൽ എത്ര കാലം കഴിഞ്ഞാലും, ഒരുപക്ഷെ ഈ ലുംബിനിയുടെ കാഴ്ചകൾ നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.